ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെയായിരുന്നു നമ്മുടെ LJP പടമായ മലൈക്കോട്ടെ വാലിബന്റെ റിലീസ്. അപ്പോൾ മിക്സഡ് റിവ്യൂസ് ആണ് വന്നുകൊണ്ടിരുന്നത് എല്ലാം തന്നെ. ഇന്നലെ നമ്മളും റിവ്യൂ ഇട്ടിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടെ എല്ലാ പ്രമുഖ യൂട്യൂബേഴ്സും അതിൻ്റെ റിവ്യൂ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ എന്താണ് പറഞ്ഞത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ സീക്രട്ട് ഏജന്റ്. യെസ്, സീക്രട്ട് ഏജന്റ് ആണെന്ന് തോന്നുന്നു ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത്, ഫസ്റ്റ് റിവ്യൂ. ഓക്കെ, സീക്രട്ട് ഏജന്റ് മിക്സഡ് റിവ്യൂ ആണ് വന്നത്. സീക്രട്ട് ഏജന്റ് കൂടെ തന്നെ മിക്സഡ് റിവ്യൂ ആണ് വന്നത്. അതെ, സീക്രട്ട് ഏജന്റ് വ്യക്തമായിട്ട് ആളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. പടം ആൾക്ക് ക്ലിക്ക് ആയിട്ടുണ്ട്. പക്ഷേ അതേ കാറിൽ തന്നെ റിവ്യൂ വന്നിരുന്നു. ജിത്തുബായി പറഞ്ഞിട്ടുണ്ട് ആൾക്ക് പടം വർക്കായില്ല. സീക്രട്ട് ഏജന്റ് പറഞ്ഞത് ആസ് എ LJP ഫാൻ അല്ലെങ്കിൽ LJP മൂവി അത് ഓക്കെയാണ്, അത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പുള്ളി പ്രതീക്ഷ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു തന്നെയാണ് പറഞ്ഞത്, കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പോൾ അതേ സമയത്ത് തന്നെ ജിത്തുബായി പറഞ്ഞു എനിക്ക് പടം വർക്കായില്ല, കാരണം ആളുദ്ദേശിച്ച സാധനമല്ല അല്ല അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ പുള്ളി ആ വീഡിയോയിൽ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ച്. പക്ഷെ അതിന്റെ കുറെ കമന്റ്സ് ഒക്കെ കണ്ട് പെയ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ള കമന്റ്സ് ഒക്കെ. റിവ്യൂ ആണെങ്കിൽ ഒരു വണ്ടി തന്നെ രണ്ടഭിപ്രായം വരില്ലല്ലോ, അങ്ങനെ വരേണ്ട ആവശ്യമില്ല. കാരണം ആള് പിന്നെ സീക്രട്ട് ഏജന്റും അതിന്റെ വീഡിയോ ഇട്ടിരുന്നു വേറെ. അതെ അതിന്റെ പോരായ്മകൾ ആള് പിന്നെ വേറെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന അതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ആൾക്ക് പടം ഇഷ്ടപ്പെട്ടാണ് എന്നുള്ള ലെവലാണ് ഇപ്പൊ നിൽക്കുന്നത്. അടുത്തതായിട്ട് റിവ്യൂ ചെയ്തിരിക്കുന്ന ഉണ്ണി വ്ളോഗ്സ് ആണ്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു റിവ്യൂ തന്നെയാണ്. അപ്പോൾ ഉണ്ണി വ്ളോഗ്സ് പറഞ്ഞത് ഉണ്ണിച്ചേട്ടനും പടം ക്ലിക്ക് ആയിട്ടുണ്ട് ഏറെക്കുറെ. പുള്ളിയുടെ റിവ്യൂവിൽ അങ്ങനെയാണ്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ പുള്ളി എടുത്ത് പറയുന്നത് അല്ല. മറ്റുള്ള റിവ്യൂവേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഉണ്ണി വ്ളോഗ്സിന്റെ സ്പെഷ്യാലിറ്റി ഞാൻ കണ്ടതാട്ടോ, ഇതിപ്പോൾ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്. ആള് പടത്തിന് എന്താണ് നല്ല രീതിയിൽ ഒന്ന് അവലോകനം ചെയ്യും. അതിൻ്റെ ടെക്നിക്കൽ സൈഡ്സ് ആണെങ്കിലും അതേപോലെ തന്നെ അത്യാവശ്യം അങ്ങനെ പറയുന്നത് കൂടുതൽ യോജിക്കുക. ഓക്കെ, അങ്ങനെ ആധികാരികമായിട്ടാണ് പുള്ളി ഇതിൽ പൊളിറ്റിക്കൽ അങ്ങനെ പറഞ്ഞത്. ഈ ഒരു സിനിമേന്റെ റിവ്യൂ അല്ല, ആൾ അത്യാവശ്യം ആധികാരികമായിട്ടുള്ള റിവ്യൂ ആണ്. അത്യാവശ്യം സീരിയസ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കൂടുതലായിട്ട് അങ്ങനെ പടം മോശം എന്നുള്ള അഭിപ്രായമൊന്നും ഉണ്ണി വ്ളോഗ്സിനില്ല. ആ പടം ഏകദേശം ഓക്കെയാണ്. പക്ഷേങ്കിൽ അതിനും ഇന്ന പോരായ്മകളുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ട്. ആളുടെ റിവ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, പടത്തിൻ്റെ പോസിറ്റീവ്സ് നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് പടം റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ്സിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സ് ആ പടത്തിനുണ്ട്, അതും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആൾക്ക് പടം ഏകദേശം ഓക്കെയാണ്. ആസ് എ LJP മൂവി ആൾക്ക് ഓക്കെ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ പിന്നീട് വന്നിട്ടുള്ള റിവ്യൂ ആണ് ഷാസ്ലിയൻ. ഓക്കെ, ഷാസ് ബ്രോയ്ക്ക് പടം ക്ലിക്ക് ആയിട്ടുണ്ട്. ഓൾറെഡി ഒരു ലാലേട്ടൻ ഫാൻ കൂടെയാണ്. അതെ, ലാലേട്ടനെ ഒന്ന് ഫ്രെയിമിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു മുതലാണ് ഷാസ് ബ്രോ. ഷാസ് ബ്രോയ്ക്ക് പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ നല്ല പക്ക പോസിറ്റീവ് റിവ്യൂ ആണ് ആളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. മോശമായിട്ടൊന്നും തന്നെ പറഞ്ഞില്ല. എന്നാലും ചില അതിന്റെ അതെല്ലാരും പറയുന്നത് മൂവിന്റെ ചില പുള്ളി പക്കായിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയാതെ പറഞ്ഞു പടം ക്ലിക്ക് ആയിട്ടുണ്ട്. പുള്ളിക്ക് അത് ഓക്കെയാണ്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോരായ്മകളും പുള്ളി എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ പുള്ളി അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർ പുള്ളി അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ആ പടം പുള്ളിക്ക് അത് ഡൈജസ്റ്റ് ആയിട്ടുണ്ട് ആ പടം. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവില്ലല്ലോ. അതും പുള്ളി തന്നെ പറയുന്നുണ്ട്, എല്ലാവർക്കും അങ്ങനെ ആവില്ല. പ്രത്യേകിച്ച് പുള്ളിക്ക് വർക്കാവാത്ത ഒരു ഏരിയ പറയുന്നുണ്ട്. അതിലൊരു പീരങ്കിയുടെ അത് തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ ഞാൻ എന്തോന്നടി ഇത് ആ ഒരു മൈൻഡായിരുന്നു. അത് പുള്ളിക്കും വർക്കായിട്ടില്ല. പക്ഷെ പുള്ളിയുടെ ഭാഗത്തു നിന്ന് പോസിറ്റീവ്സ് ആണ്. അതെ, പുള്ളിയുടെ ഒരു പെർസെപ്ഷനിൽ പടം ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണ്. ദെൻ ഫൈനൽ വൺ ആൻഡ് ഓൺലി കോക്ക്. ഇന്നലെ രാത്രി ഞാൻ തോന്നുന്നു കോക്കിന്റെ റിവ്യൂവിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ബട്ട് അത് വന്നപ്പോൾ ലേറ്റ് ആവുന്ന കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആള് മിക്കവാറും അതിന്റെ കോസ്റ്റ്യൂം ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. കോസ്റ്റ്യൂം തപ്പി പോയതുകൊണ്ടാവാം വീഡിയോ ലേറ്റ് ആയെന്നുള്ള രീതിക്ക്. വളരെ രസകരമായ ഒരു റിവ്യൂ തന്നെയാണ്. ആളുടെ റിവ്യൂവിന്റെ സ്പെഷ്യാലിറ്റിയാണ്. ബട്ട് ഫൈനലി പറയുകയാണെങ്കിൽ ആള് വലിച്ച് കീറിയിട്ടുണ്ട്. പക്ഷേ ഡീറ്റെയിൽ ഫസ്റ്റ് ടു ദ ക്ലൈമാക്സ് വരെ പുള്ളി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. പുള്ളിയുടെ അഭിപ്രായത്തിൽ LJPയുടെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. അങ്ങനെയാണ് മലൈക്കോട്ടെ വാലിബൻ എന്നാണ് പുള്ളി പറയുന്നത്. ഈ പറഞ്ഞ എല്ലാ റിവ്യൂസിലും എല്ലാ യൂട്യൂബേഴ്സും എടുത്ത് പറയുന്ന ഒരു കാര്യം ഫ്രെയിംസ് ആണ്. അതെ, ഫ്രെയിംസ്. ആ പടത്തിൽ ടോട്ടലി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ പടത്തിന്റെ ഫ്രെയിംസ് മാത്രമാണ്. കോക്കും ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള നല്ല അടിപൊളി പെയിന്റിങ്സ് പോലുള്ള ഫ്രെയിംസ് വെക്കാനാണെങ്കിൽ പല യാത്രാ മാഗസീനിലും കൊടുക്കാൻ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. ബട്ട് ഞാനിപ്പോഴും പറയുന്ന LJP മൂവി അത് അങ്ങനെയാണ്. നൻപകൽ നേരത്തെ മയക്കത്തിനൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂ ആണ് കോക്ക് കൊടുത്തതെന്ന് തോന്നുന്നു അല്ലേ? സ്റ്റാറ്റിക് ഷോട്ട്. അതെ, കോക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂ ആണ് കൊടുത്തിട്ടുള്ളത്.
അപ്പം ഈ ഒരു പടം കോക്കിന് ഒട്ടും വർക്കായില്ല എന്നാണ് പറയുന്നത്. കോക്കിൻ്റെ ചില പ്രയോഗങ്ങളുണ്ട്, എന്താണ് മറ്റേ മലകളുടെ ആ ഒരു ലെവലിലാണ് പുള്ളി ഈ ഒരു പടത്തിനെ വിലയിരുത്തിയിട്ടുള്ളത്. ഒരു സ്കൂൾ കലോത്സവം കാണുന്ന പോലെ പോയി കണ്ടുവരാന്നാണ് പുള്ളി വീഡിയോയിൽ പറയുന്നത്. അതെ, പക്ക ഒരു ഡ്രാമാറ്റിക് ഒരു നാടൻ ഫീലാണ്. അതിനിടയ്ക്ക് ഇതേപോലെ നിങ്ങൾക്ക് കുറച്ച് എക്സിബിഷൻ പോലെയുള്ള കുറച്ച് പെയിന്റിങ്സ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ആ പടം കാണാം. പുള്ളി പറയുന്നത് പുള്ളി ആ പടത്തിനെ ഒരു മലങ്കൾട്ടായിട്ട് ആസ്വദിച്ചു എന്നാണ്. പിന്നെ പറയുന്നതാണ് ആ സൗണ്ട് മിക്സിങ്ങും BGM. അതിനെയും കോക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. ബട്ട് ഞങ്ങൾക്ക് അങ്ങനെ പേഴ്സണലായിട്ട് അങ്ങനെ ഒരു ഒപ്പീനിയൻ ഇല്ല. കാരണം ഒരു മൂവി ആക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു 90s BGM ആണ് പോകുന്നത്. കുറച്ചൊരു പഴയ ടൈപ്പ് BGM ആണ് അത്. ആ പടത്തിന് ആപ്റ്റാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഉടുക്ക് കൊട്ടുന്നത് അങ്ങനത്തെ രീതിയിലുള്ള സൗണ്ടുകളാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ പുള്ളി പറഞ്ഞത് ആ ഒരു സംഭവം നശിപ്പിച്ചു എന്നാണ്. അങ്ങനെ നശിപ്പിച്ചു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ആ ഒരു ഇടയ്ക്ക് ആളുകൾ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ ഒരു പോയിന്റ്, അതെ, മോഹൻലാൽ ആ ഒരു നടൻ ഇനി എന്ത് ചെയ്യും എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഭൂരിഭാഗം പേരും ആ ഒരു ഇപ്പോൾ ഏത് ഞങ്ങളിരുന്ന തിയേറ്ററിലാണെങ്കിൽ പോലും എണീറ്റ് പോകാൻ നോക്കുന്നവരെ പോലും ആളുകൾ ലാലേട്ടൻ എന്തെങ്കിലും ചെയ്യും, എന്തെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷയിലാണ് 3 മണിക്കൂർ അവിടെ ഇരുന്നത്. ആ ഒരു തരത്തിലാണ് ആൾ ഇരുന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ പുള്ളിയുടെ ആ ഒരു പറച്ചിൽ ഏറെക്കുറെ ഓക്കെയാണ് എനിക്ക്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പടം കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഡൈജസ്റ്റ് ആയിട്ടില്ല. പിന്നെ പുള്ളി പറഞ്ഞാൽ അവസാനം കുറച്ച് മായേച്ചിന്റെ അതിശയം എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, പുള്ളി അതിൽ ഓരോ ആളുകളെയും എടുത്തെടുത്ത് പറയുന്നുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഹരീഷ് ബേരടിയൊക്കെ വളരെ മോശം അഭിനയം ആണെന്നാണ് കോക്ക് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആ ഒരു ഇതിനോട് എനിക്ക് യോജിപ്പില്ല. അത് ഓക്കെയാണ് ഹരീഷ് ബേരടി ചെയ്തത്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വില്ലൻ ഡാനിഷ് അങ്ങനെ എന്താണ് പുള്ളി വരുന്നത് എനിക്കറിയില്ല, പേര് എനിക്കറിയില്ല. ബട്ട് ആളൊട്ടും ആപ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു ചിരി, അത് ആളുടെ ബേസ്, കാരണം അതൊരു ചിരി ഓക്കെ, പിന്നെ നമുക്ക് ആ ചിരി നോക്കാം, ഒരു സൈക്കിക് ചിരിയാണെന്ന് നോക്കാം. ബട്ട് സൈക്കോപാത്ത് ലെവലിലേക്ക് അതിനുള്ള ഒരു എക്സ്പ്രഷൻ അല്ല പുള്ളി എടുത്തത്. നമുക്കിങ്ങോട്ട് അത് സംഭവം ശരിയാണ്, ആ ചിരി കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ടെൻഷനാണ് ഉള്ളിൽ വേണ്ടത്. പക്ഷേ പുള്ളി ചിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ചിരിച്ചു പോകും, അത് അറിയാതെ ചിരിച്ചു പോകും. പക്ഷേ അത് ആ ഒരു കാര്യം എന്തായാലും എനിക്ക് വർക്കൗട്ട് ആയില്ല. പക്ഷേ ഹരീഷ് ബേരടിയുടെ എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. ഇപ്പോൾ ഒരു ക്യാരക്ടർ ഇല്ലേ, ആ വില്ലന്റെ ക്യാരക്ടർ, ആ ഒരു കഥ പറയാൻ അയാൾ ആവശ്യമാണ്. കാരണം ഈ ഹരീഷ് ബേരടിന്റെ ബാക്കി ഞാൻ കഥയായിട്ട് പറയുന്നില്ല, നിങ്ങൾ അല്ല ഓക്കെ, അത് ആവശ്യമാണെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ഒരു ക്യാരക്ടർ ആ മൂവിയിൽ ആവശ്യമാണ്. അങ്ങനെ ക്യാരക്ടർ ആവശ്യമാണ്. ബട്ട് അത് പ്രസന്റ് ചെയ്യുന്ന രീതിയാണ്. ഇപ്പോൾ കാസ്റ്റിംഗ് ഓരോ ഓക്കെ ആണെന്ന് നമ്മൾ പറയുമ്പോൾ ആ ക്യാരക്ടറിന് അയാൾ എത്രത്തോളം ഭംഗിയാക്കുന്നു എന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു കാസ്റ്റിംഗ് ഓക്കെ ആണുള്ളത്. അപ്പോൾ അതെനിക്ക് നോക്കുമ്പോൾ ചെറുതായിട്ട് പണിയും തോന്നുന്നു. എനിക്കതൊന്നും തോന്നുന്നില്ല, എനിക്കത് വർക്കൗട്ട് ആയില്ല കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ ഓരോരുത്തരുടെ അവരവരുടെ അഭിപ്രായങ്ങളാണ്. ഇപ്പോൾ പടം കണ്ടതിനെ വെച്ച് അവരവരുടെ അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഞാനും കണ്ടു. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾ പറഞ്ഞു അത് പടം ഓക്കെയാണ്, അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട് അല്ലേ. ഞങ്ങൾ രണ്ടുപേരും ഇരുന്നപ്പോഴാണ് സംസാരിച്ചത്. നിങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ഒരു വർക്കൗട്ട്. പക്ഷേ ആളുടെ പെർസെപ്ഷനിൽ സാധനം ഓക്കെയാണ്, പക്ക അടിപൊളി പടമാണ്, അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല, ഞങ്ങളുടെ ഭാഗം തെറ്റ് പറ്റും. അപ്പം ആ തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക, നിങ്ങൾ ഇത്തരത്തിൽ പറയരുതായിരുന്നു. പിന്നെ കോക്ക് പറഞ്ഞൊരു കാര്യമാണ് ലാലേട്ടനെ എടുത്തു പറഞ്ഞത്. ആസ് ആൻ ആക്ടർ ലാലേട്ടന്റെ മാക്സിമം ലാലേട്ടൻ അതിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാലേട്ടനെ കൊണ്ട് ചെയ്യാൻ ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം ആ ഒരു പടത്തിന്റെ കഥ വിട്ട് പുറത്തേക്ക് ലാലേട്ടനൊന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും പറയുകയാണെങ്കിൽ LJP ലാലേട്ടനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തില്ല എന്നാണ് കോക്കിന്റെ ഒരു പക്ഷത്ത് നിന്ന് ഒരു അഭിപ്രായമാണ്. കാരണം ലാലേട്ടൻ ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ അതിനോട്. ഫിസിക്ക് കൊണ്ടാണെങ്കിലും അതേപോലെ തന്നെ ഫൈറ്റ് സീക്വൻസിലെ ചില ഡെഡിക്കേഷൻ കൊണ്ടാണ്. അതായത് ആളുടെ കുറച്ച് റോളിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആളുടെ ഒരു ഏജ് കൂടി നമ്മളൊന്ന് കണക്കിലെടുക്കേണ്ടതുണ്ട്. അത് ആ ഒരു പ്രായത്തിൽ പുള്ളി അത് ചെയ്യുന്നുണ്ട്, പുള്ളി അതിന് ഡെഡിക്കേറ്റഡ് ആണ്. അപ്പം അതിനെ മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്തില്ല എന്നാണ് കോക്കിൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത്. കുറേയൊക്കെ സീൻസിൽ എനിക്ക് തോന്നി. കാരണം പുള്ളിക്ക് ഇനി അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ലുക്കുകൊണ്ടാണെങ്കിലും പുള്ളിയുടെ ഒരു ഫിസിക്കലാണെങ്കിലും ആ ഒരു പുള്ളി വാലിബനായിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെയുള്ളത് ആ ഒരു പ്രസൻറ്റ് ചെയ്ത രീതിയുടെ പ്രോബ്ലം ആയിരിക്കും. പിന്നെ LJP ആണ് ആള്. ലാലേട്ടൻ്റെ മാക്സിമം അഭിനയമാണെങ്കിലും എല്ലാം, പക്ഷെ അത് കറക്റ്റായിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല LJPക്ക്. പിന്നെ LJPയുടെ ഒരു തീം എന്താ വെച്ചാൽ പുള്ളി ആരെയും ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പടം. എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, ആരെയും ഇമ്പ്രസ് ചെയ്യേണ്ട ആവശ്യം പുള്ളിക്ക് വരുന്നില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു പടം ഓക്കെ പടമാണ്. ആ ഒരു തരത്തിൽ കാണുന്നവർക്ക് കേട്ടോ, ആ ഒരു തരത്തിൽ കാണുന്നവർക്ക് പടം ഓക്കെ പടമാണ്. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പടങ്ങൾ കാണുക, അഭിപ്രായങ്ങൾ അറിയാം. ഓക്കെ.